ആദ്യം ഓർമ്മ വരേണ്ട പേരുകളിലൊന്നാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ഇതുപോലെ ഒരു ജമാഅത്തുൽ ഉഖ്റയിലാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. പൊതുവെ നമ്മൾ അറിയുന്ന നമുക്ക് ബന്ധമുള്ള സ്വാലിഹീങ്ങൾ വഫാത്തായ മാസം പ്രത്യേകം അവരെ ഓർക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും ചെയ്യൽ പതിവാണ്. ഇത് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മാസമാണ്. ലോകത്ത് അമ്പിയാക്കളല്ലാത്ത എല്ലാ മനുഷ്യന്റെ ഈമാൻ ഒരു തുലാസിലും സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു ഭാഗത്തും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് ഭാരം ഉണ്ടാവുക. മഹാന്മാരായ സ്വഹാബത്ത് ഒരിക്കൽ ഇങ്ങനെ കൂടിയിരുന്നപ്പോൾ അവർക്കിടയിൽ ഒരു ചർച്ച വന്നു. ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരാരാണ് എന്നതായിരുന്നു ചർച്ച. ആ കൂട്ടത്തിൽ പലരും പറഞ്ഞു ഫിർഔനിന്റെ കുടുംബക്കാരായ മുഅ്മിനീങ്ങളുണ്ട്. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ മുസ്ലിമായി ജീവിച്ച് എല്ലാ പ്രയാസവും അനുഭവിച്ച മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവര് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുള്ളവരാണ്. കാരണം അവർ ജീവിച്ചത് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. എന്നാൽ അവർ ഈമാൻ സൂക്ഷിച്ചു. ഫിർഔൻ അവരെ വളരെ കഠിനമായി ശിക്ഷിക്കാൻ ഒരുങ്ങിയിട്ടും അവരെ ഈമാനിൽ ഒരു കോട്ടവും ഉണ്ടായില്ല. അവരാണ് ഈമാനിൽ ഒന്നാം സ്ഥാനക്കാര് എന്ന് ചിലര് ചർച്ച ചെയ്തപ്പോൾ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹ് ലസഅത്തും മിൻ അബീ ബക്കറിൻ ഖൈറും മിൻ മിൽഇൽ അർളി മിൻ മുഅ്മിനി ആലി ഫിർഔൻ. ഈ ഭൂമി നിറയെ ഫിർഔനിന്റെ അഹ്ലുകാരായ മുഅ്മിനീങ്ങളായ ആളുകൾ അവരൊരുമിച്ച് കൂടിയാലും അതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ളത് സയ്യിദുന സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിലെ ഒരു മണിക്കൂറിനാണ്. സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിലെ ഒരു മണിക്കൂറിന് തുല്യമാകാൻ എന്റെ ആയുസ്സിലെ ഇബാദത്ത് മുഴുവൻ മതിയാവില്ല എന്ന് ഒരുപാട് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹിജ്റ യാത്രയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാം മാറ്റിവെച്ച് സമയവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ചെലവഴിച്ച് ഹബീബിന്റെ സഹയാത്രികനായി നടന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാനാണ്. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതിൽ പിന്നെ ആലോചിക്കാതെ വിശ്വസിച്ച മനുഷ്യനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത. കദിബ്, ഒരുപാട് ഞാൻ നിങ്ങളിലേക്ക് പ്രവാചകനായി വന്നപ്പോൾ പലരും പറഞ്ഞു നിങ്ങൾ പറഞ്ഞ് കളവാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നത് കളവാണ് എന്ന് പലരും പറഞ്ഞു. ചില ആളുകളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ സമയത്ത് വന്ന് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ഒന്ന് ആലോചിക്കാനെങ്കിലും സമയമെടുത്തു. പക്ഷേ മഹാനായ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആലോചിക്കുക പോലും ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലരും ഇങ്ങനെ പരിഹസിച്ചു തുടങ്ങിയ സമയം സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിൽ വന്നിട്ടില്ല. ഇസ്ലാമിന്റെ ആദ്യമാണ്, ആരും കയറി വന്നിട്ടില്ല. അന്ന് സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ ചെറുപ്പത്തിലുള്ള കളിക്കൂട്ടുകാരനാണ്. 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫീലിൽ ജനിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ജനിച്ചു.
അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, യാ അബുൽ ഖാസിം ഫഖത്ത മിൻ മജാലിസി ഖൗമിക, ഈ സദസ്സിലൊന്നും ഇപ്പൊ നിങ്ങളെ കാണുന്നില്ലല്ലോ. വത്തഹമൂക ബിൽ ഐബി ലിഅബാഇഹാ വ ഉമ്മഹാതിഹാ, നിങ്ങളിപ്പോ ഇതുവരെയുള്ള ആളുകൾ വിശ്വസിച്ച മതമൊന്നുമല്ല വിശ്വസിക്കുന്നത് എന്നൊക്കെ പലരും നിങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹ് അദ്ഉക ഇലല്ലാഹ്, സിദ്ദീഖ് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ഇത് കേട്ട ഉടനെ പിന്നെ ഒന്നും ആലോചിക്കാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആ നിമിഷം തന്നെ പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ളവരോടൊക്കെ ഇത് പറയുമ്പോൾ അവരിനിപ്പോൾ ഞാൻ മുസ്ലിമായ കുടുംബം എന്താവുക, ഞാൻ മുസ്ലിമായാൽ എൻ്റെ വീട്ടുകാരെങ്ങനെ എന്നെ സമീപിക്കാം, ഞാൻ മുസ്ലിമായാൽ എൻ്റെ കച്ചവടം എന്താവാം, ഇതൊക്കെ ആലോചിച്ച് സാവധാനം തീരുമാനമെടുത്തവരാണ് മറ്റു പലരും. അതേസമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് ആലോചിക്കുക പോലും ചെയ്തില്ലെന്ന് മാത്രമല്ല, ജീവിതം മുഴുവൻ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. എന്താണോ റസൂലുള്ളാഹിന്റെ ഇഷ്ടം അത് തന്നെയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടം. ആ ഒരു അവസ്ഥയുടെ ചെറിയൊരു ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യുമിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബി. ഒരാളുടെ അവനവന്റെ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തോട് യോജിക്കുന്ന സാഹചര്യം വരുമ്പോഴേ ഈമാൻ പൂർത്തിയാവും. നമുക്കൊക്കെ നമ്മളെ എല്ലാ സുഖവും നമ്മുടെ എല്ലാ സന്തോഷവും നമ്മുടെ എല്ലാ സൗകര്യവും നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ആനന്ദവും കഴിഞ്ഞിട്ടല്ലേ പലപ്പോഴും ദീനിനെയും റസൂലുള്ളാഹിനെയും പരിഗണിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാലും ഇതിപ്പോ എൻ്റെ ഈ സാഹചര്യത്തോട് യോജിച്ചതാണോ, ഞാനിത് ചെയ്താൽ എൻ്റെ കൂട്ടുകാരെന്താ കരുതുക, ഞാനിത് ചെയ്താൽ എൻ്റെ വീട്ടുകാരുടെ അഭിപ്രായം എന്താവും, ഇതൊക്കെ കഴിഞ്ഞിട്ട് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായത്തെ പരിഗണിക്കുക. സിദ്ദീഖ് തങ്ങൾ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദബു ഫില്ലാഹ്, ഇത്ര പറഞ്ഞോളൂ. നമ്മളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അസാബ് അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ മനസ്സിലാക്കിയ പറഞ്ഞതിനൊരർത്ഥമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയാണ്, മോചിപ്പിക്കണം എന്ന വാക്കിനകത്തൊരർത്ഥമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ ഉമയ്യത്തിന്റെ വീട്ടിൽ പോയി ചോദിച്ചു, അതബീഉനി ബിലാല, നിങ്ങൾ ആ ബിലാലിനെ എനിക്ക് തരുമോ? അടിമയായി ജീവിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, ആ ബിലാലിനെ എനിക്ക് തരുമോ? അപ്പൊ അവര് പറഞ്ഞ വിലക്ക് വലിയ വില കൊടുത്ത് ബിലാൽ റളിയല്ലാഹുവിനെ വാങ്ങുമ്പോൾ ആ ബിലാൽ റളിയല്ലാഹുവിന്റെ ഉടമയായി നിന്ന മനുഷ്യൻ പറയുന്നൊരു വർത്തമാനമുണ്ട്, നിങ്ങൾ ഒരു ദീനാറ് തന്നിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഞങ്ങൾ ഈ ബിലാലിനെ വിൽക്കുകയില്ല. അവർക്ക് അത്രയും വില കണ്ടിരുന്നില്ല ബിലാൽ റളിയല്ലാഹുവിനെ. പക്ഷെ ആ ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, വസയജന്നബുഹൽ അത്ഖല്ലദി യുതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർദാ. ഖുർആനിൽ രണ്ടാളോടെ ഇങ്ങനത്തെ പ്രയോഗം നടത്തിയിട്ടുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല സൂറത്തുൽ ളുഹയിൽ പറഞ്ഞില്ലേ, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നബിയെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് പടച്ചോൻ തരും, നിങ്ങൾക്ക് സന്തോഷാവുന്ന രൂപത്തിൽ അല്ലാഹു തരും. പിന്നെ ഇതേ പ്രയോഗം നടത്തുന്നത് സയ്യിദുനാ സിദ്ദീഖ് തങ്ങളോടാണ്. സിദ്ദീഖ് തങ്ങൾക്ക് സന്തോഷാവുന്ന രൂപത്തിൽ അല്ലാഹു കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഈ പ്രപഞ്ചത്തിലെ അമ്പിയാക്കൾ കഴിഞ്ഞാലുള്ള ഒരേ ഒരു മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ബിലാൽ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. നമ്മളൊക്കെ ഒരു മനുഷ്യനെ സഹായിച്ചാൽ പിന്നെ നമ്മൾ പറയുന്നത് അയാൾ കേട്ടില്ലെങ്കിൽ ഓനെ കുറെ സഹായിച്ചിട്ട് എന്താ പറഞ്ഞതൊന്ന് കേൾക്കാൻ പോലും അവന് മനസ്സിലല്ലോ എന്ന് കരുതുമല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത് സയ്യിദുന സിദ്ദീഖ് തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോവാണ്, മുത്തുനബി ഇല്ലാത്ത മദീനയിൽ നിൽക്കാൻ എന്നെ കൊണ്ടാകുന്നില്ല. ഷാമിലേക്ക് പോവാൻ വേണ്ടി തീരുമാനിച്ച മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചു. സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചത് മദീന പള്ളിയിൽ ഇനിയും ബാങ്ക് കൊടുക്കുന്നത് സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു ആവണമെന്നാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അസിസ്റ്റന്റ് എന്ന രൂപത്തിൽ മദീന പള്ളിയിലെ മുഅദ്ദിനായി നിന്ന ആളാണല്ലോ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത മദീനയിൽ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാനുള്ള മാനസിക ധൈര്യം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചപ്പോൾ മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു ചോദ്യം ചോദിച്ചു, ഹലിഷ്തറൈതനി ലി അമലിക ഔ ലി അമലില്ല. നിങ്ങൾ എന്നെ പണ്ട് മോചിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കാനോ അതോ ഞാൻ പടച്ചോൻ പറഞ്ഞ് കേൾക്കാനാണോ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണോ നിങ്ങൾ എന്നെ മോചിപ്പിച്ചത്? എന്നാ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേൾക്കും. ഇനി അതല്ല, ഞാൻ അള്ളാഹനെ അനുസരിച്ച് ജീവിക്കാനാണോ നിങ്ങൾ പടച്ചോന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആഖിറത്തിൽ പ്രതിഫലം കിട്ടണമെന്ന് കരുതിയാണോ എന്നെ മോചിപ്പിച്ചത്? എങ്കിൽ നിങ്ങൾ എന്നെ വിട്ടേക്ക്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിക്കട്ടെ. നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം പടച്ചോൻ തരും, അത് ഞാൻ തരേണ്ട ആളല്ല. മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേഗം പറഞ്ഞു, ബല്ലി അമലില്ല, നിങ്ങൾ അള്ളാഹ്ന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ മോചിപ്പിച്ചത്. നിങ്ങൾ ഇഷ്ടം പോലെ പൊയ്ക്കോളി. നമ്മളൊക്കെ ആരെങ്കിലും അയാളെ സഹായിച്ചാൽ അയാൾ പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു പ്രയാസമല്ലേ. ഞാനാണ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും അവന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ ചെയ്യുന്നത് 100% അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ഇയാൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നൊരവസ്ഥയിലേക്ക് എത്തണം എന്നൊരാഗ്രഹം എവിടെയോ മനസ്സിൽ കയറി വരുന്നതാ പ്രശ്നം. എന്നാൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തോന്നിയില്ല. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ മോചിപ്പിച്ചത് എന്ന് ബോധ്യമായപ്പോ വേഗം പോയി ഷാമിലേക്ക്. സിദ്ദീഖ് തങ്ങൾ ഒന്നും തടഞ്ഞു വെച്ചില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഹബീബായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വ അബൂബക്കറും ഉമറു മിൻ ഹാദാ ദീനി കമൻസിലത്തി സമഇ വൽ ബസരി മിൻ അർ-റഅസ്. നിങ്ങളുടെ ശരീരത്തിൽ ചെവിയും മൂക്കൊക്കെ ഉള്ളതുപോലെ ഈ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലനിൽപ്പിന്റെ 2 ഘടകങ്ങൾ മഹാനായ സയ്യിദുന സിദ്ദീഖ് തങ്ങളും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാണ്. ഈ യുതഇന്നാസു അബൂബക്കറും ഉമറ ഫഖദ് ഉർഷിദു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ആരെങ്കിലും അനുസരിച്ചാൽ അവരെന്തായാലും നേർമാർഗത്തിലായി മാറും എന്ന് സയ്യിദുന വ നബിയുന മുഹമ്മദ് മുസ്തഫ നബി വേറൊരു സമയത്ത് പറയാം, മാലി അഹദിൻ ഇൻദനാ യദുൻ ഇല്ലാ കഫൈനാഹുമാ ഖലാ അബൂബക്കർ. എന്നെ സഹായിച്ചവർക്കൊക്കെ ദുനിയാവിൽ തന്നെ ഞാൻ 10നേക്കാൾ നല്ലത് പകരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ സിദ്ദീഖ് തങ്ങൾ സഹായിച്ചതിന് പകരം കൊടുക്കാൻ ദുനിയാവിൽ കഴിയൂല. ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹായിച്ചതിന് പകരം കൊടുക്കാൻ കഴിയൂല. فإن له عندنا يدا يكافيه الله بها يوم القيامة. മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പകരം കൊടുക്കാൻ കഴിയുക ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനാണ് എന്ന് മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ അള്ളാന്റെ റസൂലുള്ളാന്റെ കൽബിൽ ഒരു സ്ഥാനം ലഭിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് മുത്തുനബിയുടെ പേര് കേട്ടാൽ ആ കണ്ണു പൊട്ടും, ആ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും.
അവിടുന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കത്തുൽ മുക്കറമയിൽ വന്നപ്പോൾ ഒരാൾ യാ ഖലീഫത റസൂലില്ലാ എന്ന് വിളിച്ചു. അള്ളാന്റെ റസൂലുള്ളാന്റെ ഖലീഫേന്ന് വിളിച്ചതാണ്. റസൂലുള്ളാഹ് എന്ന് കേട്ടപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി. എന്തേ കാരണം? ഹബീബിന്റെ പേര് കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതിൽ ഒന്നാമനായി ഓടി വരാൻ സിദ്ദീഖ് തങ്ങളോളം മറ്റൊരാൾക്കും കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് പറയും, ഞാൻ മത്സരിച്ച് നോക്കിയിട്ട് ജയിക്കാത്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ്. ഒരിക്കലും രണ്ടുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഇരിക്കുന്ന സമയത്ത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു. രാത്രി റസൂലുള്ളാഹി തങ്ങൾ സ്വകാര്യമൊക്കെ പറയൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. നാട്ടിലെ സ്വകാര്യവും ജനങ്ങളെ പ്രധാന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ഒരു ദിവസം ആ ചർച്ച ഇങ്ങനെ നടക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു. അന്നേരം ആരോ ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട് പള്ളിയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയപ്പോൾ അത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മു അബ്ദ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സറഹു അൻ യഖറഅൽ ഖുർആന റത്ബ കമാ ഉൻസില ഫൽയഖറഉഹു അലാ ഖിറാഅത്തി ഇബ്നു ഉമ്മു അബ്ദ്. നിങ്ങൾ ആരെങ്കിലും ഖുർആൻ ഇറങ്ങിയതുപോലെ ഓതണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂപ്പരെ ഖിറാഅത്ത് കേൾക്കണം. അപ്പോൾ ഇതൊരു നല്ല റാഹത്തുള്ള വർത്താനാണല്ലോ. ഇബ്നു ഉമ്മു അബ്ദിനോട് ഈ കാര്യം ഒന്ന് പറയണം എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. നേരം വെളുത്തപ്പോൾ വേഗം അവരെ വീട്ടിൽ പോയിട്ട് പറയാൻ പോവാണ്, മുത്തുനബി ഇന്നലെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞു എന്ന്. പക്ഷെ അവിടെ എത്തി പറഞ്ഞപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, ഇത് ഇന്നലെ രാത്രി സിദ്ദീഖ് തങ്ങൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഒരു നിലക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്താൻ മനുഷ്യനെ കൊണ്ട് കഴിയൂല. ഒരു ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു മജ്ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഴിയുന്നവരൊക്കെ സ്വതക്ക ചെയ്തോളിയാണ്. അപ്പോൾ സ്വഹാബത്ത് കഴിയുന്നവരൊക്കെ ചെയ്തു. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ നന്നായി സ്വതക്ക ചെയ്തു. അന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഒരു വാശി ഉണ്ടായിരുന്നു, ഇന്നെന്തായാലും സിദ്ദീഖ് തങ്ങളെക്കാൾ സ്വതക്ക ചെയ്ത ആൾ ഞാൻ തന്നെ ആവണം. തിരിച്ചെത്തിയപ്പോൾ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളത് നിങ്ങൾ കുറേ കൊടുത്തല്ലോ, ബാക്കി എന്താ ഉള്ളത്? പറഞ്ഞു, പകുതി അവിടെ വെച്ച് നബിയെ, പകുതി ഞാൻ കൊടുത്തു പറഞ്ഞു. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ നിങ്ങളെന്തേ കൊടുത്തു? നിങ്ങളെ വീട്ടിലെന്താ ഇനി ബാക്കിയുള്ളത്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ഖൈതു ലഹും അല്ലാഹു വറസൂലഹു, ആ വീട്ടിൽ ഞാൻ അല്ലാഹുവിനെയും റസൂലുള്ളാഹിനെയും മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ, ബാക്കി കയ്യിലുള്ളത് മുഴുവൻ സ്വതക്ക ചെയ്തു യാ റസൂലല്ലാഹ് എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കലും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പോകാൻ 360ഓളം സൽസ്വഭാവങ്ങൾ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അതിലേതെങ്കിലും ഒന്ന് ഞാൻ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചു. സ്വർഗത്തേക്ക് പോകാൻ 360ഓളം സ്വഭാവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും പതിവായി ഉണ്ടായാൽ മതി. അതിലേതെങ്കിലും ഒന്നെങ്കിലും എനിക്കുണ്ടാകുമോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മുഴുവനുള്ള മനുഷ്യൻ നിങ്ങളാ സിദ്ദീഖ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഇതുപോലെ തന്നെ ഒരിക്കൽ സ്വർഗത്തിന്റെ അബുവാബുകളെ കുറിച്ച് പറഞ്ഞു. സ്വർഗത്തിന് കുറേ ഡോറുണ്ടല്ലോ. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, ഹൽ യുദ്അ അഹദും മിൻ ദാലിക അൽ അബ്വാബി കുല്ലിഹാ, എല്ലാ ഡോറിലൂടെയും സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആരെങ്കിലും മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഉണ്ടാകുമോ റസൂലേ എന്ന് ചോദിച്ച സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം വഅർജു അൻ തകൂന മിൻഹും, ആ ആള് നിങ്ങളാ സിദ്ദീഖ്,
എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരു വല്ലാത്ത പവിത്രതയാണ്, വല്ലാത്ത സ്ഥാനമാണ്. എന്തൊക്കെയാണോ ഒരു പ്രവാചകനല്ലാത്ത പ്രവാചകന്റെ തൊട്ടു താഴെയുള്ള ഒരു മനുഷ്യനാവാൻ പറ്റുക, അത് മുഴുവനായ ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. ഇവിടുത്തെ സ്വഭാവം മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ സുറാഖത്ത് ഇബ്നു മാലിക് റസൂലുള്ളാഹിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലാൻ വേണ്ടി പിന്നിൽ വന്നിരുന്നു. സുറാഖ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. സുറാഖ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണൊന്ന് നിറഞ്ഞുപോയി. ശത്രു പിന്നിൽ വരുന്നുണ്ടല്ലോ. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ യുബ്കീക യാ അബൂബക്കർ, അബൂബക്കറെ നിങ്ങൾ എന്തിനായി കരയുന്നത്? മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ വല്ലാഹി മാ അലാ നഫ്സി അബ്കി, നബിയെ ഞാൻ മരിച്ചു എന്ന് കരുതിയിട്ടല്ല ഈ കണ്ണീര്, വലാകിൻ അബ്കി അലൈക യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വല്ലതും പറ്റുമോ എന്ന് എനിക്ക് പേടിയാ, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്, അല്ലാഹുമ്മ, പടച്ചോനെ വരുന്ന ശത്രുവിനെ വേണ്ടത് നീ അങ്ങ് ചെയ്തേക്ക് എന്ന് ദുആ ചെയ്യുന്നത്. അന്നേരമാണ് സുറാഖത്ത് ഇബ്നു മാലിക് യാത്ര ചെയ്ത കുതിരയുടെ കാല് ഭൂമിയിൽ താഴ്ന്നുപോയി. അപ്പോൾ സുറാഖ വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ് ഖദ് അലിംതു അന്ന ഹാദാ അമലു ഫദ്ഉല്ലാഹ അൻ യുൻജിയനി മിമ്മാ അന ഫീ. സുറാഖ ബേക്കിന്ന് വിളിച്ചു പറഞ്ഞു, സുറാഖ വന്നത് ഇവരെ കൊല്ലാനാ. പക്ഷെ സുറാഖ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നിങ്ങൾ ഒപ്പിച്ചു വെച്ചെന്തോ പണിയാന്ന് എനിക്കറിയാം, ഞാനത് രക്ഷപ്പെടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യോ, എന്നാൽ ഒരു ശത്രുവിനെയും നിങ്ങളെ പിന്നിൽ വരാൻ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖത്ത് ഇബ്നു മാലിക്കിന് വേണ്ടി ദുആ ചെയ്തപ്പോഴാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. പിന്നെയും ഇങ്ങനെ ആ യാത്ര തുടരുമ്പോൾ വഴിയോരങ്ങളിൽ ചില സ്ഥലത്തെത്തുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലേക്കോടും, ചിലപ്പോൾ പിന്നിലേക്കോടും. അന്നേരം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക തംശി സഅതൻ അമാമി, നിങ്ങളെന്താ ചിലപ്പൻ്റെ മുന്നിൽ നടക്കുന്നു, ചിലപ്പൻ്റെ പിന്നിൽ നടക്കുന്നു, ഇതെന്താ പരിപാടി? അന്നേരം മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, മുന്നിലൂടെ ശത്രുക്കൾ ആരെങ്കിലും വരുന്നു എന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് പോകും, പിന്നിൽ നിന്ന് ശത്രുക്കൾ ആരെങ്കിലും അങ്ങേക്ക് നേരെ വരുന്നു എന്നറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. ഇത് കേട്ട ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലൗ കാന ശൈഉൻ അഹബബ്ത അൻ തുഖ്തല ദൂനി, ശത്രുക്കൾ വല്ലതും ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് മരിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമാണോ സിദ്ദീഖേ എന്ന് ചോദിച്ചപ്പോൾ, അതേ നബിയെ, എനിക്ക് അങ്ങയുടെ മുന്നിൽ വെച്ച് മരിക്കലും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ അങ്ങനെ പറയും, നമുക്ക് എല്ലാവരേക്കാളും ഇഷ്ടം റസൂലുള്ളാഹിനെയാണെന്ന്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത ഇഷ്ടങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തെക്കാളേറെ, അവിടുത്തെ താല്പര്യത്തെക്കാളേറെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിക്കുന്ന അവസ്ഥയില്ലേ എന്ന് സ്വയം ആലോചിച്ച് നോക്ക്. നമുക്കിങ്ങനെ മൗലൂദ് ഓതുമ്പോൾ ചൊല്ലാൻ നല്ല സുഖാണ്. അൻത ഉമ്മുൻ അംഹാബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ والحبيب العربي أنت منجينا وذا من شفاعتك الصفا من لنا مثلك يا الصلاة على النبي والسلام على الرسول. ബദർ യുദ്ധം ഇങ്ങനെ നടക്കുന്നതിൻ്റെ ആലോചന നടക്കുമ്പോൾ സ്വഹാബികൾക്കിടയിൽ ഒരു ആലോചന, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ടെന്റിന് കാവൽ നിൽക്കുക. മൻ യകൂനു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅല്ലാ യഹ്വി ഇലൈഹി അഹദുൻ മിനൽ മുശ്രിക്കീൻ. എല്ലാവർക്കും പേടി റസൂലുള്ളാഹിന്റെ ടെന്റിന് കാവൽ നിൽക്കല. നിന്നിട്ട് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനാണ് പ്രയാസം വരിക. അതുകൊണ്ട് സ്വഹാബത്ത് ഇങ്ങനെ ചോദിച്ചു, ആരാ റസൂലുള്ളാഹിക്ക് കാവൽ നിൽക്കുക? ഇതിങ്ങനെ കേട്ട് കയറി വരികയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാൻ പറഞ്ഞു, ആ പണി ഞാൻ എടുത്തോളാം, അത് നിങ്ങളൊന്നും എടുക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഉഹദ് യുദ്ധത്തിൽ എല്ലാവരും മാറി നിന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന ആളാരാ? സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന സമയം ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് പറയുന്ന ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ച ഒരു രംഗമുണ്ട്. അപ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങൾ ഒന്ന് തടഞ്ഞു. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വേദനിപ്പിക്കേ എന്ന് ചോദിച്ചു തടഞ്ഞു. അവര് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു. അടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു. ബോധം നഷ്ടപ്പെട്ടപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബങ്ങളിൽപ്പെട്ട ബനൂ തമീം ഗോത്രക്കാര് വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എല്ലാവരും മനസ്സിലാക്കിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചു. അത്രയും അടി കിട്ടിയിട്ടുണ്ട്. എന്തിനാ അടി കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചവരെ തടഞ്ഞപ്പോൾ. അങ്ങനെ ബോധം തിരിച്ചു വരുന്ന സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ചോദ്യം, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്ക് റസൂലുള്ളാഹിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഉമ്മ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വർത്താനം എന്താ അറിയോ? എന്നാ പിന്നെ അറിയുന്നവരടുത്തേക്ക് എന്നെ എത്തിക്കുക. അങ്ങനെ ഉമ്മു ജമീലിന്റെ വീട്ടിലേക്ക് ചെന്നു. അവരോട് ചോദിച്ചു, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ? ഞാൻ ബോധം പോയി, അടിയൊക്കെ കിട്ടി, ശരീരത്തിൽ നിന്ന് രക്തം വരുന്ന പ്രയാസപ്പെടുന്ന ഒരാളാ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരീന്നല്ല പറയുന്നത്, വെള്ളം കൊടുത്തിട്ട് കുടിക്കുന്നില്ല. അപ്പോഴൊക്കെ ചോദ്യം, എൻ്റെ നിങ്ങൾ നോക്കണ്ട, എൻ്റെ റസൂലുള്ളാഹിന്റെ അവസ്ഥ എന്താ? ഇതാണ് അൻത ഉമ്മുൻ നം അബൂ, സ്വന്തം മാതാപിതാക്കളെക്കാളേറെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന അവസ്ഥ. അപ്പൊ ചിലര് പറഞ്ഞു, സാലിമൻ സാലിഹൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷിതനാണ്, പ്രശ്നമൊന്നുമില്ല. ഇത് കേട്ട സമയത്തും വെള്ളം കൊടുത്തപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, فإن لله علي ألا أذوق طعاما أو أشرب شرابا أو آتي رسول الله صلى الله عليه وسلم. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഞാൻ റെഡിയല്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞാൻ റെഡിയല്ല, എനിക്ക് എൻ്റെ റസൂലുള്ളാഹിനെ കാണണം എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഖൽബായിരുന്നു അവരുടെ വിജയത്തിന്റെ രഹസ്യം. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാറ്റിവെച്ചു. ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിറാ ഗാറ് സൗറിന്റെ മുകളിലേക്ക് എടുത്തുകൊണ്ടുപോയ ആളാ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ കാലിന് ശത്രുക്കൾ വരുമ്പോൾ കാലടിപ്പാദം അറിയാതിരിക്കാൻ വേണ്ടി വിരലിങ്ങനെ തള്ളവിരൽ ചവിട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം തള്ളവിരലിന് മുറിവായപ്പോൾ സിദ്ദീഖ് തങ്ങൾ ഗാറ് സൗറിന്റെ മുകളിലേക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തുകൊണ്ടുപോയ ആള് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഗാറ് സൗറിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ തന്നെ ഇന്ന് ഗാറ് സൗറിന്റെ മുകളിൽ കയറിയാൽ പിന്നെ നമ്മൾ 2 ദിവസം തൈലം തേച്ചിരിക്കേണ്ടി വരും. അതിന്റെ മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തുകൊണ്ടു പോവുകയാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നഹു ലൈസ മിനൻ നാസി അഹദുൻ അമന്ന അലയ്യ ഫീ നഫ്സിഹി വമാലിഹി മിൻ അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എനിക്ക് കടപ്പാടുള്ള ഒരു മനുഷ്യനും ഈ ദുനിയാവിലേ ഇല്ല എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ യാത്രയിൽ വല്ലാതെ ദാഹം വന്നു. മദീന മുനവ്വറയിൽ പോയാൽ
ഈ സംഭവം നടന്ന സ്ഥലം ഇന്ന് കാണാൻ പറ്റും. സൗദി ഗവൺമെൻറ് അതിപ്പോൾ ചരിത്രം മനസ്സിലാകാൻ വേണ്ടി രേഖയാക്കി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദാഹം വന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയി കുറച്ച് പാലൊക്കെ വാങ്ങി വന്നു. ആ പാല് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വല്ലാത്ത ദാഹമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാലെടുത്തിട്ട് മഹാനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി അതിങ്ങനെ കുടിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫശരിബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ തവൈതു. റസൂലുള്ളാഹി തങ്ങൾ പാല് കുടിച്ചപ്പോൾ എൻ്റെ ദാഹം പോയി എന്ന് സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് മഹബ്ബത്തിൻ്റെ അങ്ങേയറ്റമാണ്. എന്നാൽ ഇബാദത്തിലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ബോധവും വലിയ ശ്രദ്ധയുമുള്ള ആളുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അസ്മാ ബീവി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവരുടെ ഭാര്യയാണ്, സിദ്ദീഖ് തങ്ങളെ ഭാര്യയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, കൈഫ കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു യഅബുദു റബ്ബഹു ഹീന യഖലു ബിനഫ്സി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റക്കാകുമ്പോൾ എങ്ങനെയാ ഇബാദത്തൊക്കെ? നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമ്മളെ ഇബാദത്തിൻ്റെ കോലം മാറുമല്ലോ. ഇപ്പം മജ്ലിസിനോട് ഒറ്റയ്ക്കിരുന്ന് ചെല്ലാൻ നോക്കിയാൽ പലർക്കും ഫുള്ളാക്കാൻ തോന്നൂല. കൂട്ടത്തിലാവുമ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞു പോകും. പല കാര്യങ്ങളും ഒറ്റയ്ക്കിരുന്നാൽ ഒന്ന് ചൊല്ലി തീർക്കാൻ പോലും അധികം ആളുകളെ കൊണ്ടും കഴിയൂല. ജമാഅത്തിനൊക്കെ പള്ളിയിൽ പോയാൽ സുന്നത്ത് നിസ്കരിക്കുന്ന പലരും ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എല്ലാത്തിനും വല്ലാത്ത വേഗതയാണ്. കൂട്ടത്തിൽ ഇങ്ങനെ ഇപ്പൊ പെണ്ണുങ്ങൾ പോലും അങ്ങനെ. പണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങളും ഓൺലൈനിലെ മജ്ലിസിലെ യാസീൻ വരുമ്പോഴേ യാസീൻ ഓതുള്ളൂ. എല്ലാവരും അങ്ങനെ ഖുർആൻ നോക്കി ഓതൽ മാറ്റിയിട്ട് വാട്സപ്പിൽ ഓതലായി. പണ്ടൊക്കെ വീട്ടിൽ മൗലിദ് കിതാബ് എടുത്ത് വെച്ച് ഓതിയിരുന്നു. ഇപ്പം മൗലിദ് കിതാബ് എടുത്ത് വെച്ച് ഓതുന്നതിന് പകരം അത് ഓൺലൈനിലെ രാവിലത്തെ ഉസ്താദോ വൈകുന്നേരത്തെ ഉസ്താദോ ഓതുമ്പോൾ കൂടെ ഓതിക്കൊള്ളാം പലരുടെയും നിയ്യത്ത്. അതുകൊണ്ട് മജ്ലിസിൻ്റെ ഹുർമത്തില്ല, കിതാബിൻ്റെ ഹുർമത്തില്ല, ചൊല്ലുന്ന സ്ഥലത്തെക്കുറിച്ചൊരു ബോധവുമില്ല. അങ്ങനെ അരിപ്പണിക്ക് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ മജ്ലിസിനൂർ നടക്കും. ഓൺലൈനിൽ ഇരുന്ന മജ്ലിസിൻ്റെ പ്രതിഫലമൊക്കെ കിട്ടുന്ന പലരുടെയും ധാരണ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റക്കാകുമ്പോൾ എങ്ങനെയായിരുന്നു ഇബാദത്തിൻ്റെ അവസ്ഥ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഇദാ ജാഅ വഖ്തു സഹരി ഖാമ ഫതവല്ലഅ വസല്ല. തഹജ്ജുദിന്റെ സമയമായ എഴുന്നേൽക്കും, വുളൂ ചെയ്യും, നിസ്കരിക്കും. സുമ്മ യളില്ലു യുസല്ലി, പിന്നെ നിസ്കാരം തന്നെ. യത്ലുൽ ഖുർആന വയബ്കി, ഖുർആൻ ഓതിയാൽ കരയും. വയസ്ജുദു വയബ്കി, സുജൂദ് ചെയ്താൽ കരയും. വയദ്ഉ വയബ്കി, ദുആ ചെയ്താലും കരയും. എപ്പോഴും കണ്ണുനീരിലായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഹജ്ജുദ് എന്ന് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ. നമുക്ക് എത്ര സുജൂദിലാ കണ്ണുനീര് വന്നത്. ഇതാരാ ആള്? സ്വർഗ ഉറപ്പാന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനക്കാരനാണ് എന്ന് ഉറപ്പുള്ള സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ കണ്ണുനീരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി വിശന്നപ്പോൾ പള്ളിയിൽ പോയിരുന്നു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാളും കൂടെ വരുന്നുണ്ട്. അത് സിദ്ദീഖ് തങ്ങളാണ്. അവർ റസൂലുള്ളാഹിന്റെ വലതുഭാഗത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ വരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവരും ഇരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തേ ഇപ്പം നിങ്ങളൊക്കെ ഈ സമയത്ത് വന്നിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നബിയെ വല്ലാതെ വിശന്നപ്പോൾ വന്നതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനും വന്നത് വിശപ്പണ്ട. മൂന്നാളും ഭക്ഷണത്തിന് പ്രയാസം വന്നപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമുക്ക് അബുൽ ഹൈസമിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലൊന്ന് പോയി നോക്കാം. അവരുടെ വീട്ടിൽ എപ്പോഴും കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാവും. മദീനയിൽ ചില സ്വഹാബികളൊക്കെ എന്നും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെക്കും. എന്തിനറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും വന്നാൽ റസൂലുള്ളാഹിക്ക് കൊടുക്കാലോ എന്ന് കരുതിയിട്ട്. അതിലൊരു വീടാണ് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്.
എന്നും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയപ്പോൾ മുത്തുനബി അങ്ങനെ വന്നാലോ എന്ന് കരുതിയിട്ട് മഹാനായ അബുൽ ഹൈസം റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അബുൽ ഹൈസം റളിയല്ലാഹുവിന് അവിടെ ഇല്ല. ബഹുമാനപ്പെട്ടവര് വെള്ളമെടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഭാര്യ എല്ലാവരോടും കയറിയിരിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു വന്നപ്പോൾ കാണുന്നത് വിശന്നൊട്ടിയ വയറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് തങ്ങളും ഉമർ ഫാറൂഖ് തങ്ങളും വന്നിരിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. മഹാനായ സയ്യിദുന അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു അകത്തുള്ള മാവൊക്കെ കുഴച്ച് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങി. തോട്ടത്തിൽ പോയി ഒരു നല്ല ഈത്തപ്പഴത്തിന്റെ കൊലയുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് വേഗം പോയി ഒരാടിനെ അറുത്ത് അതിനെ പാകം ചെയ്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നു. വിശന്ന 3 പേരും അതിങ്ങനെ കഴിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹൈസം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. റസൂലുള്ളാഹിയെ സൽക്കരിച്ചത്, സിദ്ദീഖ് തങ്ങളെ സൽക്കരിച്ചത്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സൽക്കരിച്ചത്. പക്ഷേ അവരാ ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കഴിയുന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഇറങ്ങിയത്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുൽ മഖാബിർ എന്ന സൂറത്ത് ഇറങ്ങി. അതിന്റെ അവസാനത്തെ ആയത്ത് നിങ്ങൾ എന്ത് അനുഗ്രഹം അനുഭവിച്ചാലും പടച്ചവന്റെ മുമ്പിൽ അതിന് ഹിസാബുണ്ടെന്ന് പറയുന്ന ആയത്താണ്. ഈ ആയത്ത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഭക്ഷണം കഴിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി ഇതിനെ കൂടി നാം അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബ് പറയണമല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഇന്ന് ഏത് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള ആലോചനയിലാണ്. ഒരു പരിപാടിക്ക് പോയാൽ ഒരുപാട് തരം ഭക്ഷണമാണ്. അതിലേതാ കഴിക്കേണ്ടത് എന്നുള്ള ആലോചനയാണ്, ആശങ്കയെ നമുക്കുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് തങ്ങളും ഉമർ ഫാറൂഖ് തങ്ങളും ഒക്കെ അനുഭവിച്ചത് അതല്ല. എന്നാൽ ഒരുപാട് സ്വർണ്ണ നാണയത്തിന്റെ ഉടമയായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം ദീനിനു വേണ്ടി ചെലവഴിച്ച് പട്ടിണിയുള്ള ജീവിതാവസ്ഥ വരുമ്പോൾ പോലും ഈമാനിൽ നിന്നൊരു ശതമാനം പോലും ഇളകിപ്പോയില്ല. നമ്മളിന്ന് കുറച്ചൊക്കെ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത്, അതല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ നന്നായി നിസ്കരിച്ച് നോമ്പെടുത്ത് ഖുർആൻ ഓതി, അതിനിടയിൽ വല്ല പരീക്ഷണവും വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഓതിയിട്ടും എന്തിനാണാവോ പടച്ചോൻ എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിക്കുന്നവരല്ലേ. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ 40,000 സ്വർണ്ണ നാണയത്തിന്റെ ഉടമയാണ്. സ്വർണ്ണ നാണയത്തിന്റെ, സാധാരണ ദിർഹമിന്റെ അല്ല, 40,000 സ്വർണ്ണ നാണയത്തിന്റെ ഉടമയാണ്. മുഴുവൻ ചെലവഴിച്ചത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. എന്നിട്ട് ഭക്ഷണത്തിന് വകയില്ലാതെ വിശന്നൊട്ടിയ വയറുമായി മദീന പള്ളിയിൽ ഒരു വേള പോയിരിക്കുന്നത് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ഇന്ന മസലക യാ അബൂബക്കർ കമസലി ഇബ്രാഹിം അലൈഹിസ്സലാം. സിദ്ദീഖ്, നിങ്ങളുടെ സ്ഥാനം, നിങ്ങളെ ഉദാഹരിക്കാൻ പറ്റുക സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടാണെന്ന് അഷ്റഫുൽ ഖൽഖി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ എന്ന സൂറത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പള്ളിയുടെ മൂലയിലിരുന്ന് പൊട്ടിക്കരഞ്ഞ ആളാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഭൂമി ഇങ്ങനെ കുലുങ്ങുന്ന ഒരു ദിവസത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ, നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, എത്യോപ്യയിലെ ഒരു അഗ്നിപർവ്വതം മുഴുവൻ പൊട്ടുകയാണ്, തീയായി മാറുകയാണ്. ഒരു മല മുഴുവൻ തീയായി മാറുന്നൊരവസ്ഥ, പാറകൾ മുഴുവൻ തീയായി മാറുന്ന അവസ്ഥ, അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാവുകയാണ്. കടല് കത്തുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ, വൈദൽ ബിഹാറു സുജ്ജിറത്. ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഭൂമി കത്തുന്ന പോലെയല്ലല്ലോ കടൽ മുഴുവൻ കത്തിയാൽ ഈ ഭൂമിയുടെ 75% കടലാണ്. അത് മുഴുവൻ കത്തുന്ന ഒരു ദിവസം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ട്. അല്ലാഹു നമുക്കെല്ലാ ഫിത്നകളിൽ നിന്നും ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു മോചനം നൽകട്ടെ. വലിയ
വലിയ ഫിത്നകളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് പരിപൂർണ ഈമാനോട് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ നൽകട്ടെ. ഈ ഭൂമിയിൽ നടക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇസാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി ഒന്ന് ശരിക്കും നടുക്കുലുമോ? ഭൂമിയുടെ അകത്തുള്ളതൊക്കെ പുറത്തു വരും. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഖബറിൽ എണീറ്റ മനുഷ്യനും ഖബറിന്റെ പുറത്തുള്ള മനുഷ്യനും ചോദിക്കും ഫഖാലൽ ഇൻസാനു മാലഹ, എന്താ ഈ സംഭവിക്കാൻ പോകുന്നത്? വയൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്ന് ഭൂമിക്ക് ചില വർത്തമാനം പറയാനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമാ കുൻതും തസ്തതിഊന അൻ യശ്ഹദ അലൈക്കും സമഉകും വഅബ്സാറുകും വജുലൂദുകും. ഭയങ്കര പ്രയോഗല്ലേ അല്ലാഹുവിൻ്റേത്. ഈ ഭൂമിയിൽ നമ്മൾ തെറ്റ് ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ സ്ഥലവും നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം. ആദ്യം മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുക മനുഷ്യന്റെ തുടയുടെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആദ്യം ഖിയാമത്ത് നാളില് നമുക്കെതിരെ സംസാരിക്കുന്ന ശരീരത്തിന്റെ ഭാഗം തുടയാണ്. കാരണം ലൈംഗിക ശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ആദ്യം ഖിയാമത്ത് നാളിലെ സംസാരം. നമുക്കെതിരെ പറയാൻ വരുന്ന അവയവം നമ്മുടെ തുടയാണ്. തുട അതിന്റെ പരിസരത്ത് നടന്ന എല്ലാ തെറ്റും കണ്ടവരും അറിഞ്ഞവരുമാണ്. അവരാണ് ആദ്യം ഖിയാമത്ത് നാളിൽ ശരീരത്തിൽ തുടയുടെ ഭാഗമായിരിക്കും അല്ലാഹുവോട് നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ച് സംസാരിക്കുക എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈംഗിക ശുദ്ധി ഇല്ലെങ്കിൽ അന്നെന്തായാലും കൊടുക്കും. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും സംസാരിക്കും. നമ്മൾ നോക്കിയ ഹറാമിനെ കുറിച്ച് കണ്ണു പറയും. നമ്മൾ അയച്ച മെസ്സേജിനെ കുറിച്ച് വിരൽത്തുമ്പ് പറയും. നമ്മൾ കണ്ടതും നമ്മുടെ ശരീരത്തിൽ പലതും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ശരീരത്തിലെ പലതിനും നമ്മെ കാണാൻ കഴിയും. നമുക്ക് ഒറിജിനലി നമ്മുടെ മുഖം തന്നെ കാണാൻ കഴിയൂലല്ലോ. കണ്ണാടി നോക്കാനല്ലേ പറ്റുള്ളൂ. ഒറിജിനൽ നമ്മുടെ മുഖം കാണാൻ നമുക്കൊരു അവസരമില്ലല്ലോ. ഫോട്ടോയിലോ കണ്ണാടിയിലോ അല്ലേ കാണുള്ളൂ. മറ്റൊരാളെ മുഖം കാണാം, അവനവന്റെ മുഖം കാണാൻ മനുഷ്യന് കഴിയൂലല്ലോ. അങ്ങനത്തെ ഒരു ദിവസം നമ്മളെ മുന്നിൽ വരാൻ, അന്ന് ഏറ്റവും അധികം സംസാരിക്കാൻ നമ്മളെ ശരീരം. ഇതൊന്നും നിങ്ങൾക്കെതിരെ പറയൂല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ഖുർആനിൽ ചോദിക്കുക. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സാക്ഷി ആരാ? നമ്മളെ അവയവങ്ങൾ തന്നെയാ. അവയൊക്കെയും അല്ലാഹുവോട് നമ്മെ കുറിച്ച് പറയുന്ന ഒരു ദിവസം. അന്ന് വഷളാവാതിരിക്കാൻ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഈ ദുനിയാവ് എല്ലാം നമുക്ക് നമ്മുടെ കഥകൾ പറയുന്ന ദിവസമാണത്. ഈ മൊബൈൽ നമുക്കെതിരെ പറയും, കാരണം നമ്മളിത് ഉപയോഗിച്ചവരല്ലേ. എന്താണോ ആവശ്യമില്ലാത്തത് കണ്ടത് അത് പറയാൻ മൊബൈൽ വരും. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മുഅ്മിനല്ലാത്ത മനുഷ്യൻ മരിച്ചാൽ ദുനിയാവോ ആകാശമോ കരയൂല. ഈ ആയത്തിന്റെ തഫ്സീറിലെ ഹദീസിലൊക്കെ കാണാൻ പറ്റും. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെടുമ്പോൾ അയാൾ നിസ്കരിച്ച ഭൂമി കരയും, അയാൾ സുജൂദ് ചെയ്ത സ്ഥലം കരയും. അതുകൊണ്ട് ആ സുജൂദിന്റെ സ്ഥലം കൂട്ടണം എന്ന് പറയുന്നത്. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കണ്ടില്ലേ, ഫർദ് കഴിഞ്ഞാൽ സുന്നത്തിന് സ്ഥലം ഒന്ന് മാറി നിൽക്കും. എന്തിനാ? കുറേ സ്ഥലങ്ങൾ നമുക്ക് അനുകൂലമായി അല്ലാഹുവോട് സാക്ഷി പറയാനാണ്. നമ്മൾ ഇവിടെ വെച്ച് ഈ ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുന്ന ഈ ഒരു ഇബാദത്തിന് സാക്ഷിയാകുന്ന മലായിക്കത്ത് നമ്മളെ നേരെ മുകളിലുള്ള ആകാശത്ത് കൂടെ ഈ അമലുമായി അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആ ആകാശം നമ്മൾ ഇബാദത്ത് ചെയ്ത നന്മ ചെയ്ത സ്ഥലത്തിന്റെ നേരെ മുകളിലുള്ള ആകാശം നമ്മൾ മരിക്കുന്ന ദിവസം കരയും. നമ്മൾ മുഅ്മിനാണെങ്കിൽ ഈ ആ ഖൈറ്, ഇനി ആ നന്മ എന്നിലേക്ക് കയറി വരില്ലല്ലോ എന്ന വേദനയാണതിന്. നമ്മൾ ദിക്റ് ചൊല്ലിയിരുന്ന സ്ഥലങ്ങൾ, നമ്മൾ ദിക്റ് ചൊല്ലി നടന്ന ഭൂമി ഒക്കെ നമുക്ക് സാക്ഷിയാവാനുള്ളതാ. ആ ദിവസത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും ആലോചനയും നമ്മളിൽ ഉണ്ടാകണം. അന്ന് രക്ഷപ്പെടണം. ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ തലവേദന ബാധിച്ച് ഡോക്ടറെ കാണിക്കുമ്പോൾ പല ആളുകളും ഡോക്ടർ പറയാണ് അത് ബ്രെയിൻ ട്യൂമറാണ്. അങ്ങനെ ഒരു നാൾ നമ്മളോട് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്?
ശരീരത്തിൽ എവിടെയോ ഒരു വേദന വന്നിട്ട് നമ്മളെങ്ങാനും അതൊന്ന് ഡോക്ടറെ പോയി കാണിക്കുമ്പോൾ ഡോക്ടർ പറയാണ് നിങ്ങൾക്കുള്ളത് ക്യാൻസറിൻ്റെ ഒരു സാധ്യതയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതുവരെയുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ മാറ്റിയിട്ട് നമുക്ക് പിന്നെ ഒരു ആഗ്രഹമേ ഉണ്ടാകൂ, എങ്ങനെയെങ്കിലും ഈ രോഗത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. വേറെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. നമ്മളൊക്കെ അള്ളാഹുവോട് പറയൂലേ, ഞാൻ എന്തും വേണേ ചെയ്യാം, ഈ രോഗം രക്ഷപ്പെട്ടാൽ മതി. ആരോഗ്യമുള്ള കാലത്ത് ആ ബോധം നമുക്ക് വരൂല. കണ്ണുള്ള കാലത്തല്ലെങ്കിലും കാഴ്ചയുടെ വില മനസ്സിലാവൂലല്ലോ. കാതുള്ള കാലത്ത് നമുക്ക് കേൾവിയുടെ വലിപ്പം മനസ്സിലാവില്ലല്ലോ. ഇതിലേതെങ്കിലും ഒന്നങ്ങ് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു നിഅമത്തിന്റെ വലിപ്പം എത്ര വലുതായിരുന്നു എന്ന് ബോധ്യം വരിക. അതുവരെ നമ്മൾ യൂട്യൂബും നമ്മളിങ്ങനെ കുറേ ഇൻസ്റ്റഗ്രാമും അതിൻ്റെ അനുബന്ധങ്ങളുമായി പലരും പല സമയവും നഷ്ടപ്പെടുത്തി. കുറേ ആളുകൾ റീൽസിൻ്റെ പിന്നാലെ, കുറേ ആളുകൾ യൂട്യൂബിൻ്റെ പിന്നാലെ. ഒഴിവുള്ള സമയം മുഅ്മിനീങ്ങളെ ദിക്റ് ചൊല്ലാൻ സമയം ചെലവഴിച്ചോളി. ദിക്റ് ചൊല്ലാൻ സമയം ചെലവഴിച്ചോളി. അതിന് വേറെ നിബന്ധന ഒന്നുമില്ലല്ലോ. വുളൂ ചെയ്യണം, ഖിബ്ലക്ക് മുന്നിടണം, ഔറത്ത് മറക്കണം, ഒരു നിബന്ധനയുമില്ല. ബാത്റൂമിലാകരുത് നല്ല നിബന്ധന ഉള്ളൂ. പഴയ ആളുകളൊക്കെ ഒഴിവുണ്ടായാൽ അങ്ങനെ നല്ല മാലയും നല്ല മൗലൂദും നല്ല ദിക്റിലെ സമയം ചെലവഴിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ എല്ലാ നിമിഷവും ഹൃദയം നിറയെ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നടന്നവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഒന്നാമനായി അല്ലാഹു പരിഗണിക്കുകയും ചെയ്തു. ഇനി അവരെ ഇഷ്ടപ്പെടുക എന്നുള്ള നമ്മളെ ബാധ്യത. നമ്മളിങ്ങനെ മജ്ലിസിനോട് ചെല്ലുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ചെല്ലും അബൂബക്കറിൻ വ ഉമരി. അബൂബക്കർ തങ്ങളാണ് ബദരീങ്ങളിൽ ഒന്നാമൻ, രണ്ടാമൻ ഉമർ തങ്ങളാണ്. അവരെ രണ്ടാളെ വഴിയിൽ ഒരാൾ നിന്നാൽ ആ മനുഷ്യർ ഹിദായത്തിലാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ മാർഗത്തിൽ നമ്മളും ജീവിക്കാം. അതിൽ ഈമാൻ തെറ്റാതെ നോക്കുക. പലരും പല ആശങ്കയും പറയും, പക്ഷെ ഹൃദയത്തിൽ ഈമാൻ തെറ്റാതെ നോക്കണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല അവിടുത്തെ കുടുംബത്തോടും വല്ലാതെ ഇഷ്ടമുള്ള ആളാണ്. വല്ലാത്ത ഇഷ്ടമാണ്. ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു മഹാനായ സിദ്ദീഖ് തങ്ങൾ, വല്ലദീ നഫ്സി ബിയദിഹി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ മിൻ അൻ അസില മിൻ ഖറാബതി. എനിക്ക് എൻ്റെ കുടുംബം നോക്കുന്നതിനേക്കാൾ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് ബന്ധം ചേർക്കലാണ്. മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വല്ലാഹി മാ തറക്തു ദാര വൽ മാല വൽ അഹ്ല വൽ അശീറത ഇല്ല ബതിഗാ മർളാത്തില്ലാ വമർളാത്തി റസൂലി വമർളാത്തികും അഹ്ലൽ ബൈത്ത്. ഞാൻ ഈ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ചത് അള്ളാന്റെ പൊരുത്തം കിട്ടാനാണ്, പുണ്യനബിയുടെ പൊരുത്തം കിട്ടാനാണ്, അഹ്ലു ബൈത്തിന്റെ പൊരുത്തം കിട്ടാനാണ്. അഹ്ലു ബൈത്തിന്റെ പൊരുത്തം പ്രധാനമാണ്, പുണ്യനബിയുടെ പൊരുത്തം വളരെ പ്രധാനമാണ്, അല്ലാഹുവിന്റെ പൊരുത്തവും വളരെ പ്രധാനമാണ്. അത് മൂന്നും കിട്ടാനാണ് ഞാൻ എൻ്റെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ചതെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. അന്നദുറു ഇലാ വജ്ഹിക, നബിയെ നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം, അതെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. വജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക, നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കുറച്ച് പണം ഉണ്ടാക്കണം, അതൊക്കെ നബിയെ നിങ്ങളെ പൊരുത്തത്തിൽ നിങ്ങളെ ഇഷ്ടത്തിൽ ചെലവഴിക്കണം. ഇതൊരു വല്ലാത്ത സംസാരാത്. ഹബീബിന്റെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കുക, അത് ജീവിതത്തിലെ വലിയ സന്തോഷമാണ്. صلوات الله
റളിയല്ലാഹു അൻഹു ഭരണമേൽക്കുന്ന സമയത്തും ഭരണം പിരിയുന്ന സമയത്തും മുഅ്മിനീങ്ങൾക്ക് വലിയ ഉപദേശം നൽകിയ കൂട്ടത്തിൽ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു, അത്തിഊനി മാ അതഅതുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹു റസൂലുള്ളാഹിനെ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കണം. ഫൈൻ അസൈതുൽ ഫൈദാ അസൈതുല്ലാഹ വ റസൂലഹു ഫലാ തഅത ലി അലൈക്കും, ഞാൻ എങ്ങാനും വല്ല തെറ്റും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ, ഞാൻ അല്ലാഹുവിനെയും പുണ്യനബിയെയും അനുസരിക്കാത്ത സമയം വന്നാൽ നിങ്ങൾ ആരും എന്നെ അനുസരിക്കരുത് എന്ന് പറഞ്ഞു ഭരണമേറ്റ മഹാനാണ് സയ്യിദുനാ സിദ്ദീഖ്. വഫാത്ത് ഇങ്ങനെ അടുത്തപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഒരു വലിയ ഉപദേശം. ആ കൂട്ടത്തിൽ കാണാം, ഇന്നലില്ലാഹി അമലൻ ബില്ലൈലി ലാ യഖ്ബലുഹു ബിന്നഹാർ, പടച്ചോന് വേണ്ടി പകലിൽ ചെയ്യേണ്ട രാത്രിയിൽ ചെയ്യേണ്ട ചില പണിയുണ്ട്, അത് രാത്രി ചെയ്താലേ അല്ലാഹു സ്വീകരിക്കൂ, നിങ്ങൾ പകലിലേക്ക് മാറ്റി വെക്കരുത്. എന്നാൽ അല്ലാഹുവോട് നിങ്ങൾ പകൽ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തമുണ്ട്, അത് നിങ്ങൾ പകൽ ചെയ്താലേ പടച്ചോൻ സ്വീകരിക്കൂ, രാത്രിയിലേക്ക് മാറ്റി വെക്കരുത്. ഓരോ സമയത്തും അല്ലാഹുവോടുള്ള ഹക്ക് എന്താണോ അതിലൊരു വീഴ്ച വരാതെ സൂക്ഷിക്കണേ എന്ന് ലോകത്തെ ഓർമ്മപ്പെടുത്തിയാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. ഇതുപോലെ ഒരു ജമാഅത്തുൽ ഉഖറയിൽ 21-നാണ് ജമാഅത്തുൽ ഉഖറ, 8-ന് രോഗിയായി 21-ന് വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ. അവർ അവസാനം പറഞ്ഞ വസിയത്ത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ഓരോ സമയത്തും ചെയ്യേണ്ട ഇബാദത്ത് അതിലൊരു വീഴ്ച വരാതെ സൂക്ഷിക്കണം, അതിലെ ഫർളും സുന്നത്തും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, അതിലെ ആദാബുകളും മര്യാദകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഓരോ സമയത്തും പാലിക്കേണ്ടത് സമയം തെറ്റാതെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമുള്ള നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ